ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ കോഡ് ഒന്ന് നോക്കുക. 45/2023 പരീക്ഷ നടന്നത് 26/5/2023 അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, in which property of steel has the ability to resist breaking rather than ability to absorb energy during deformation? അപ്പോൾ മെറ്റീരിയൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ഇതിന്റെ ഉത്തരം വന്നു അല്ലെ, എല്ലാവർക്കും ടഫ്നെസ് എന്ന് ഉത്തരം വന്നു കാണും. പക്ഷെ എന്തുകൊണ്ടോ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു? അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ ഓപ്ഷൻസ് ഒന്ന് നോക്കിയാലോ. മെഷീനബിലിറ്റി, ഹാർഡ്നെസ്, ടഫ്നെസ്, മാലിയബിലിറ്റി. അപ്പൊ നമുക്ക് ഓപ്ഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഓരോ ഓപ്ഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ ആ ഓപ്ഷൻസിനെ ഒന്ന് പറഞ്ഞു തരാം. മെഷീനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെറ്റീരിയലിനെ എത്രയും പെട്ടെന്ന് മെഷീൻ ചെയ്യാനായിട്ടുള്ള കഴിവിനെയാണ് മെഷീനബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. എത്രത്തോളം ഈസി ആയിട്ട് ഒരു മെറ്റീരിയലിനെ മെഷീൻ ചെയ്യാൻ പറ്റും, അതിനെയാണ് മെഷീനബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അതായത് നമുക്ക് ഡ്രില്ലിങ്, കട്ടിങ് അങ്ങനെയുള്ള മെഷീനിങ് ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആ കഴിവിനെയാണ് എന്തോന്ന് പറയുന്നത്, അല്ലെ ആ മെറ്റീരിയലിന്റെ അത് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിനെയാണ് നമ്മൾ മെഷീനബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത പ്രോപ്പർട്ടിയോ ഹാർഡ്നെസ്. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ സിംപിളി നമുക്ക് മനസ്സിലാകും. എന്താണ്? ഇൻഡന്റേഷൻ, സ്ക്രാച്ചിങ്, വിയറിങ്, അബ്രേഷൻ തുടങ്ങിയവയ്ക്ക് എതിരെയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ഹാർഡ്നെസ് എന്ന് പറയുന്നത് അല്ലെ. ദെൻ അടുത്തത് ടഫ്നെസ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടഫ്നെസ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത് എങ്ങനെയാണ്? ദ എബിലിറ്റി ടു അബ്സോർബ് എനർജി അപ് ടു ഫ്രാക്ചർ. ഫ്രാക്ചർ വരെ എനർജി അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവിനെയാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ടഫ്നെസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഫ്രാക്ചറിന് എതിരെയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ നന്നായിട്ട് പരിശോധിച്ചാൽ ടഫ്നെസ് വരേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം, മാലിയബിലിറ്റി. മാലിയബിലിറ്റി ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് എന്താണ്, കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്തിട്ട് ഒരു മെറ്റീരിയലിനെ അടിച്ചു പരത്താനായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം മാലിയബിലിറ്റി കൂടിയ ഒരു മെറ്റീരിയലിനെ നമുക്ക് എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് ഷീറ്റ് ഫോമിൽ ആക്കാൻ പറ്റും. അപ്പൊ ആ പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഇനി ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്തായിരുന്നു? നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അതിനെ തിൻ വയേഴ്സ് ആയിട്ട് മാറ്റാനായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടികൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം നമ്മൾ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇൻ വിച്ച് പ്രോപ്പർട്ടി ഓഫ് സ്റ്റീൽ ഹാസ് ദ എബിലിറ്റി ടു റെസിസ്റ്റ് ബ്രേക്കിംഗ് റാദർ ദാൻ ദ എബിലിറ്റി ടു അബ്സോർബ് എനർജി ഡ്യൂറിംഗ് ഡീഫോർമേഷൻ. അപ്പൊ ആ ചോദ്യം ചോദിച്ചതിൽ ഒരു കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടാകാം നമ്മുടെ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്തത്. കാര്യം മാലിയബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺഫ്യൂഷൻസ് വരാം. അപ്പൊ ക്വസ്റ്റ്യൻ ആൾക്കാർ ചലഞ്ച് ചെയ്തു, ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. പക്ഷെ ഇനി ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് എന്ത് തന്നെ കൊടുക്കാം, ടഫ്നെസ് തന്നെ കൊടുക്കാം. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഇതിന്റെ ഓപ്ഷൻ എന്തായിട്ട് മാർക്ക് ചെയ്യാം, റൈറ്റ് ആൻസർ എന്തായിട്ട് മാർക്ക് ചെയ്യാം, ടഫ്നെസ് ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പം ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഇസ് ദ റേഷ്യോ ഓഫ്. അപ്പൊ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉത്തരം വന്നു അല്ലെ. ഒന്നാമത്തെ ഓപ്ഷൻ സ്ട്രെസ് ടു സ്ട്രെയിൻ. നമുക്കറിയാം റേഷ്യോ സ്ട്രെസ് ടു സ്ട്രെയിൻ ആണ് എന്തോന്ന്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് പരിശോധിക്കാം. അടുത്ത ഡീഫോർമേഷൻ ടു ഒറിജിനൽ, ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, സ്ട്രെയിൻ എന്നാണ് പറയുന്നത് അല്ലെ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ദെൻ അടുത്തത് സ്ട്രെസ് ടു ഒറിജിനൽ ലെങ്ത്. അതിന് പ്രത്യേകിച്ച് ഡെഫിനിഷൻ ഒന്നുമില്ല. സ്ട്രെസ്സിനെ ഒറിജിനൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഫിസിക്കൽ ആയിട്ടുള്ള അതിനൊരു ഡെഫിനിഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ദെൻ അടുത്തത് സ്ട്രെയിൻ ടു ഒറിജിനൽ ലെങ്ത്. അപ്പൊ നമ്മൾ സ്ട്രെയിൻ ടു ഒറിജിനൽ ലെങ്ത് ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിൻ ബൈ ഒറിജിനൽ ലെങ്ത്, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പൊ സ്ട്രെയിൻ ബൈ ഒറിജിനൽ ലെങ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഡെൽറ്റ ബൈ എൽ സ്ക്വയർ എന്നൊക്കെ വരും. അപ്പൊ അതിനും പ്രത്യേകിച്ച് ഫിസിക്കൽ ആയിട്ടുള്ള മീനിങ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു കൺഫ്യൂഷനും ഇല്ല, നമ്മുടെ ആൻസറിനെ പിക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ്, ഓപ്ഷൻ എ ആണ്, സ്ട്രെസ് ടു സ്ട്രെയിൻ ആണ് അല്ലെ. ദെൻ അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എന്താണ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ? നമുക്കറിയാം ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ എന്തായിരുന്നു. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അടുത്തത് മോഡുലസ് ഓഫ് റിജിഡിറ്റി,
അടുത്തത് ബൾക്ക് മോഡുലസ്, അടുത്തത് പോയ്സോൺസ് റേഷ്യോ. അപ്പൊ ഈ ചോദ്യം വന്നപ്പോൾ തന്നെ ഈ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ അന്ന് വന്നപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉത്തരം വന്നു. എന്താണ്? പോയ്സോൺസ് റേഷ്യോ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്നാലും നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ടൊന്ന് നോക്കാം. എന്തായിരുന്നു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? നമ്മൾ ഹുക്സ് ലോ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തോന്ന്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് അല്ലെ? അപ്പൊ നമ്മൾ അവിടെ പഠിക്കേണ്ട കാര്യം എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് നോർമൽ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. അത് ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെ കേസിലാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം നോർമൽ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ, ആ റേഷ്യോയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കിയേ, മോഡുലസ് ഓഫ് റിജിഡിറ്റി. അപ്പൊ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ് അല്ലെ? ദെൻ അടുത്തത് ബൾക്ക് മോഡുലസ്. അപ്പൊ ബൾക്ക് മോഡുലസ് എന്തായിരുന്നു? ദ റേഷ്യോ ഓഫ് വോളിമെട്രിക് സ്ട്രെസ് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ. വോളിമെട്രിക് സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് അല്ലെ? ദെൻ അടുത്തത് പോയ്സോൺസ് റേഷ്യോ. അപ്പൊ പോയ്സോൺസ് റേഷ്യോ എന്തായിരുന്നു? പോയ്സോൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോങ്ജിറ്റ്യൂഡൽ സ്ട്രെയിൻ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്തായിരുന്നു? അപ്പൊ നമ്മുടെ റൈറ്റ് ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആയിരുന്നു ഇതിന്റെ ആൻസർ വരുന്നത്. ഇനി നമ്മൾ പോയ്സോൺസ് റേഷ്യോ പറയുമ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറെ പോയ്സോൺസ് റേഷ്യോ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ സ്റ്റീലിന്റെ പോയ്സോൺസ് റേഷ്യോ നമ്മളൊന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിരിക്കണം. 0.3 ആണ്. കാസ്റ്റ് അയൺ 0.25 ആണ്. കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പലതും ചോദിക്കുന്നതാണ്. അലൂമിനിയത്തിന്റെ 0.33 ആണ്. ദെൻ കോപ്പറിന്റെ 0.34 ആണ്. റബ്ബറിന്റെ 0.50 ആണ്. ദെൻ കോൺക്രീറ്റിന്റെത് 0.15 to 0.20 ആണ്. ദെൻ ഗ്ലാസിന്റെത് 0.20 to 0.25 ആണ്. ദെൻ കോർക്കിന്റെത് 0. അപ്പൊ നിങ്ങൾ കോർക്കിന്റെ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. 0 അല്ലെ? കോർക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. കോർക്കും റബ്ബറും ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. കോർക്കിന്റെത് 0, റബ്ബറിന്റെ 0.5, സ്റ്റീലിന്റെ 0.3, കാസ്റ്റേണിന്റെ 0.25, അലൂമിനിയത്തിന്റെ 0.33, ദെൻ കോപ്പറിന്റെ 0.34. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയ്സോൺസ് റേഷ്യോ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഇത് ഓർത്ത് വെക്കേണ്ട വാല്യൂസ് ആണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ മാക്സിമം തെർമൽ സ്ട്രെസ് ഇൻ എ സർക്കുലാർ ടേപ്പറിംഗ് സെഷൻ. ഇപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തന്നേക്കുന്ന ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ബിഗർ ഡയമീറ്റർ. രണ്ടാമത്തെ ഓപ്ഷൻ തന്നേക്കുന്ന ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്മാളർ ഡയമീറ്റർ. മൂന്നാമത്തെ ഓപ്ഷൻ തന്നേക്കുന്ന ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ബിഗർ ഡയമീറ്റർ. നാലാമത്തെ ഓപ്ഷൻ തന്നേക്കുന്നത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്മാളർ ഡയമീറ്റർ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഒരു ടേപ്പറിംഗ് സെഷന്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രം ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്കറിയാം. തെർമൽ സ്ട്രെസ് എന്തായിരുന്നു? നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനകത്ത് മെറ്റീരിയലിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? മെറ്റീരിയൽ ഈൽഡ് ചെയ്യാതെ ആ ഈൽഡിനെ പ്രൊഹിബിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് തെർമൽ സ്ട്രെസ് വരുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ ഈൽഡ് ചെയ്യാതെ മെറ്റീരിയലിനെ വെക്കുമ്പോൾ എന്ത് പറ്റും? അതിനകത്ത് തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ടേപ്പറിംഗ് സെഷന്റെ തെർമൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അവിടെ മാക്സിമം തെർമൽ സ്ട്രെസ് എവിടെയായിരിക്കും വരുന്നത്? ഏറ്റവും ഏരിയ കുറവുള്ള പോയിന്റിലാണ് അല്ലെ? ഏറ്റവും ഏരിയ കുറവുള്ള സെഷനിലാണ് തെർമൽ സ്ട്രെസ് മാക്സിമം വരുന്നത്. അതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സിഗ്മ മാക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇ ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു d1/d2. അപ്പൊ d1 എന്തായിരുന്നു? ലാർജസ്റ്റ് ആയിട്ടുള്ള ഡയമീറ്റർ ആണ്. d2 എന്ന് പറഞ്ഞാലോ സ്മാളസ്റ്റ് ആയിട്ടുള്ള സെഷനിലെ ഡയമീറ്റർ ആണ്. അപ്പൊ ഈ എന്തായിരുന്നു? യങ്സ് മോഡുലസ് ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാലോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് മാക്സിമം സ്ട്രെസ് എന്തൊക്കെയായിട്ടാണ് പ്രൊപ്പോർഷണൽ ആയിട്ടിരിക്കുന്നത്. നോക്കിയേ, മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ തന്നെ നമ്മൾ നോക്കുമ്പോൾ d1 കൂടിയാൽ മാക്സിമം സ്ട്രെസ് കൂടും അല്ലെ? അപ്പൊ പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d1 ആണ് അല്ലെ? അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം d2 നമ്മൾ നോക്കിയേ d2 ആയിട്ട് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ ബാക്കി ഓപ്ഷൻസ് ഒന്ന് പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ് അല്ലെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ബിഗർ ഡയമീറ്റർ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണോ? അല്ല.
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്മാളർ ഡയമീറ്റർ ആണോ? അല്ല. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ നോക്കിയേ, മൂന്നാമത്തെ ഓപ്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ബിഗർ ഡയമീറ്റർ, അത് തെറ്റാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ബിഗർ ഡയമീറ്റർ ആണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്മാളർ ഡയമീറ്റർ, അതും ശരിയാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും എയും ഡിയും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് എ വേണമെങ്കിലും പറയാം, ഡി വേണമെങ്കിലും ആൻസർ ആയിട്ട് പറയാം. അപ്പൊ നമുക്കിപ്പം രണ്ട് ആൻസർ മാർക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അത് ചോദിച്ചെന്താണ്? ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ഈച്ച് സൈഡ് എ ഈസ് ഡാഷ് ഫ്രം എനി ഓഫ് ദ സൈഡ്. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ √3/2, ഓപ്ഷൻ ബി a√2/3, ഓപ്ഷൻ സി a/2√3, ഓപ്ഷൻ ഡി a/3√3 ആണ്. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻട്രോയിഡും ഒരു ലാമിനയ്ക്ക് എന്താണ്, ഒരു ട്രയാങ്കുലർ ഈക്വലാറ്ററൽ ട്രയാങ്കുലർ ലാമിനയ്ക്ക് സെയിം ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ സെൻട്രോയിഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ട്രയാങ്കിളിന്റെ എന്താണ്, ഇതിന്റെ മെറിഡിയൻസ് മീറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ബൈസെക്ടർ ആയിട്ട് ഇതിന്റെ സെന്ററിലോട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു. അതുപോലെ തന്നെ ഇതിന്റെ ബൈസെക്ടർ ആയിട്ട് ഇതിന്റെ സെന്ററിലോട്ട് ഒരു ലൈൻ വരച്ചു. ഇങ്ങനെയൊക്കെ നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാം. എന്നാൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഇതാ ഇതിന്റെ സെൻട്രോയിഡ് കിട്ടി. അപ്പൊ നമുക്കറിയാം ട്രയാങ്കുലർ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്താണ്? ഒന്നെന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് ഓഫ് സിമെട്രിക്കകത്ത് വരും അല്ലെ, എക്സ് ബാർ എന്ന് പറയുന്ന ഈ ആക്സിസ് ഓഫ് സിമെട്രിക്കകത്ത് വരും അല്ലെ. വൈ ബാർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇതിന്റെ ഹൈറ്റ് h ആണെങ്കിൽ h/3 ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇപ്പം BC എന്ന് പറയുന്ന സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒന്നെന്ന് പറഞ്ഞ എക്സ് ബാർ എന്താണ്, ഇതിന്റെ ആക്സിസ് ഓഫ് സിമെട്രി കൂടെ വരും അല്ലെ. വൈ ബാർ എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ഹൈറ്റ് h ആണെങ്കിൽ h/3 വരും. അപ്പൊ നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ എക്സ് ബാർ ഇങ്ങനെ പോകുന്നുണ്ട്, വൈ ബാർ ഇവിടെയാണ് h/3 വരുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് നിങ്ങൾ വേറെ ഏതെങ്കിലും സൈഡിൽ നിന്ന് നോക്കിയാൽ ഇതുപോലെ തന്നെ. ഇതിപ്പോ AC എന്ന് പറഞ്ഞൊരു സൈഡ് ആണെങ്കിലും ഇത് കണ്ടോ, ഇതിങ്ങനെ ആക്സിസ് ഓഫ് സിമെട്രി കൂടെ പോവും. അടുത്ത എന്താണ്, ഇവിടെയാണ് അല്ലെ. എല്ലാം നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ്, ഇതിന്റെ ഡിസ്റ്റൻസ് ഇങ്ങനെ എടുത്താൽ ആ ഡിസ്റ്റൻസ് /3 ആണ് അല്ലെ. അടുത്ത് ഇങ്ങനെ നോക്കിയാലാ കണ്ടോ, ഇതിങ്ങനെ ആക്സിസ് ഓഫ് സിമെട്രി കൂടെ പോവും. ഈ പോയിന്റ് എന്താണ്, ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് /3 ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിന്റെ h എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ h എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ h എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലെ. ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ വരുന്നത് 60 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഈ സൈഡ് A ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? A sin θ അല്ലെ, A sin 60. അപ്പൊ A sin 60 വരാൻ നേരത്തെ എന്തോ വരും? h എന്ന് പറയുന്ന സാധനം തന്നെ എന്താണ്? A sin 60 ആണ്. അപ്പൊ sin 60യുടെ വാല്യൂ എത്രയാണ്? √3/2. അപ്പൊ ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഹൈറ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? √3/2 ആണ് അല്ലെ. അപ്പൊ ഒരു സൈഡ് A ആണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? √3/2a ആണ്. അപ്പൊ ഹൈറ്റ് അല്ല നമുക്ക് ചോദിച്ചേക്കുന്നത്, നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ, സെൻട്രോയിഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? h/3 ആണ്. അപ്പൊ നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്ന √3/2a കിട്ടി അല്ലെ. ഇനി അതിനെ എന്ത് ചെയ്താൽ മതി? h/3 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ സെൻട്രോയിഡ് കിട്ടും. അപ്പൊ എന്ത് ചെയ്തു? ഈ h-നെ ഒന്നുകൂടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തേ, h/3. അപ്പൊ √3/2a/3 എടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ √3 3 ആയിട്ട് കട്ട് ചെയ്ത് മേളിൽ √3 ആയി അല്ലെ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏത് വന്നു? a/2√3. a/2√3. അപ്പൊ നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നേരെ ഇതിന്റെ ഫോർമുല അങ്ങ് പഠിച്ചേക്കുക. എന്താണ് ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്? എന്താണ്? a/2√3 ആണെന്ന് അങ്ങ് പഠിച്ചേക്കുക. നിങ്ങൾ ചെയ്തൊന്നും നോക്കേണ്ട കാര്യമില്ല. a/2√3 ആണ്. അപ്പൊ ഏതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ദ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് എ ട്രയാങ്കുലർ സെക്ഷൻ ബേസ് B, height h, about an axis passing through its center of gravity
and parallel to the base is given by the relation. Moment of inertia ആണ് ചോദിച്ചേക്കുന്നത്. ട്രയാങ്കുലർ സെക്ഷൻ ആണ് അല്ലെ, ഹൈറ്റ് ഒക്കെ തന്നിട്ടുണ്ട്, പാസിംഗ് ത്രൂ ഇറ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെ, സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ചോദിച്ചേക്കുന്നത്. പാരലൽ ടു ദ ബേസ്, ബേസിന് പാരലൽ ആയിട്ടുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ bh³/12, ഓപ്ഷൻ ബി bh³/24, ഓപ്ഷൻ സി bh³/36, ഓപ്ഷൻ ഡി bh³/48. അപ്പൊ നമുക്കൊന്ന് നോക്കാം, അതിന്റെ ഫിഗർ ഒന്ന് നോക്കാം. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ബേസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ് അല്ലെ, പാരലൽ ടു ദ ബേസ്, ബേസിന് പാരലൽ ആയിട്ടാണ്, എന്നാൽ സെൻട്രോയിഡൽ ആക്സിസ് ആണ് അല്ലെ. അപ്പൊ സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ റെഡിമെയ്ഡ് ഇക്വേഷൻ പഠിക്കുന്നതാണ്. എന്താണ് bh³/36 ആണ്, bh³/36 ആണ്. നമുക്ക് നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ്, bh³/36 ആണ്. അപ്പൊ ബാക്കിയുള്ളത് നോക്കിയാലോ. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ബേസ് ആണ് ചോദിച്ചിരുന്നെങ്കിലോ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ബേസ് ആണെങ്കിൽ bh³/12 ആണ്. ദെൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് അപ്പെക്സ് ആണ് ചോദിച്ചതെങ്കിൽ bh³/4 ആണ്. ദെൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് നമുക്ക് ഓൾറെഡി പഠിച്ചതാണ്, bh³/36. അപ്പൊ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. The bending moment of the center of a simply supported beam carrying a uniformly distributed load. UDL ന്റെ ചോദ്യമാണ്, ബെൻഡിങ് മൊമെന്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ എ WL, ഓപ്ഷൻ ബി WL/2, ഓപ്ഷൻ സി WL²/4, ഓപ്ഷൻ ഡി WL²/8. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഫിഗർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണിച്ചിരിക്കുന്നതിന്റെ റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാ വരുന്നത്, ഇതിന്റെ സെന്ററിലാണ്. അപ്പൊ സെന്ററിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, WL²/8 ആണ്. ഇനി അത് പഠിക്കാത്ത ആൾക്കാർ അത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ചെയ്തെടുക്കാൻ ഇത്തിരി സമയം വേണം അല്ലെ. കാര്യം എന്താ, നമ്മൾ ഇവിടെ നിന്ന് ഈ റിയാക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുക. റിയാക്ഷൻ എത്രയാണ്, റിയാക്ഷൻ മൊത്തത്തിലുള്ള ലോഡ് WL ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ WL-നെ രണ്ട് റിയാക്ഷൻ ഈക്വൽ ആയിട്ട് എടുക്കും. അപ്പൊ WL/2 ആണ് ഇവിടെ നിന്നുള്ള റിയാക്ഷൻ. അപ്പൊ ഞാൻ സെൻട്രലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പഠിക്കുന്നു അല്ലെ. അപ്പൊ സെൻട്രലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എങ്കിൽ എന്ത് ചെയ്യുന്നു, WL/L/2. അപ്പൊ WL/4 ക്ലോക്ക് വൈസിൽ അത് എന്താണ്, ഈ റിയാക്ഷനിൽ നിന്നുള്ള ബെൻഡിങ് മൊമെന്റ് ആണ്, അത് മേളോട്ട്, അത് പോസിറ്റീവ് ആയിട്ട് എടുത്തു. ദെൻ അടുത്തത് ഈ UDL എന്നുള്ള ബെൻഡിങ് മൊമെന്റ് ഉണ്ട്, എത്രയാണ്, WL/2 ആണ് ഇത്രയും അല്ലെ. അപ്പൊ WL/2 ഇൻറ്റു അത് എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത്, L/4ലാണ് അല്ലെ. അപ്പൊ WL/2 ഇൻറ്റു L/4 WL²/8 ആണ്. അതെങ്ങോട്ടാണ്, ക്ലോക്ക് വൈസിലാണ്. അപ്പൊ റിയാക്ഷനിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ബെൻഡിങ് മൊമെന്റ് WL²/4 മേളോട്ടും അല്ലെ. ഇനി എന്താണ്, ഈ നമ്മുടെ UDL-ന്ന് WL²/8 ക്ലോക്ക് വൈസിലാണ്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസിലെ ബെൻഡിങ് മൊമെന്റ് മൈനസ് ക്ലോക്ക് വൈസിലെ ബെൻഡിങ് മൊമെന്റ്. അപ്പൊ WL²/4 മൈനസ് WL²/8, WL²/8. പക്ഷെ അത്രയും നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, ഇതിന്റെ ഇക്വേഷൻ അങ്ങ് ഓർത്ത് വെക്കുക, WL²/8. അപ്പൊ നമുക്ക് ഏതായിരുന്നു ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അടുത്ത റിവറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് ഈസ് D, സേഫ് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഫോർ ദ റിവറ്റ് മെറ്റീരിയൽ is T, then the shearing value PS is equal to. അതായത് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഷിയർ സ്ട്രെസ് T ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഷിയറിംഗ് വാല്യൂ ആണ്. നമുക്കറിയാം ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണെന്നറിയാം. അപ്പൊ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ π/8 d²T, ഓപ്ഷൻ ബി π/4 d²T, ഓപ്ഷൻ സി π/36 d²T, ഓപ്ഷൻ ഡി π/16 d²T ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ്, സിംഗിൾ ഷിയർ എന്ന് വെച്ചിട്ട് നമുക്ക് ആ സിംഗിൾ ഷിയറിന്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രം ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ സിംഗിൾ ഷിയർ ആണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട എന്താണ്, ഫോഴ്സ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഷിയറിംഗ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ സിംഗിൾ ഷിയർ ആണ്. അപ്പൊ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്, T എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏരിയ എന്താണ്, ഏരിയ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഷിയർ ആണ്, ഒരൊറ്റ ഏരിയ. അപ്പൊ എന്താണ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താണ്, π/4 d² ആണ് ഏരിയ. അപ്പൊ π/4 d² ഏരിയ ഇൻറ്റു സ്ട്രെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഷിയറിംഗ് വാല്യൂവിന്റെ ലോഡ് കിട്ടും അല്ലെ.
അപ്പൊ π/4d² ഇൻറ്റു ടി ആണ് അവിടെ ഷിയർ സ്ട്രെസ് ആയിട്ട് തന്നേക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാം. സിംഗിൾ ഷിയർ ആണെങ്കിൽ π/4d² ഇൻറ്റു ടി ആണ്. അപ്പൊ നമുക്ക് ഏതാണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ അല്ലെ. π/4d² ഇൻറ്റു ടി ആണ്. അപ്പൊ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഇവിടെയും നമുക്ക് സ്ട്രെസ് ഇൻറ്റു ഏരിയ വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. വെൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇഫ് ദ ഏരിയ ഓഫ് ദ വെൽഡ് ഈസ് എ, പെർമിസിബിൾ സ്ട്രെസ് ഇൻ ദ ഫില്ലറ്റ് സിഗ്മ, ദെൻ ദ സ്ട്രെങ്ത് ഓഫ് ദ ഫില്ലറ്റ് വെൽഡ്. അപ്പൊ അവിടെ എന്താണ്? സ്ട്രെസ്സും തന്നിട്ടുണ്ട്, ഏരിയയും തന്നിട്ടുണ്ട്. അവിടെ സ്ട്രെങ്ത് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെസ് ഇൻറ്റു ഏരിയ എടുത്ത് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ഇൻറ്റു സിഗ്മ, ഓപ്ഷൻ ബി a/സിഗ്മ, ഓപ്ഷൻ ഡി 2a/സിഗ്മ, ഓപ്ഷൻ ഡി സിഗ്മ/a. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ആൻസർ നമ്മുടെ മനസ്സിൽ വന്നു. എന്നാലും നമുക്കൊന്ന് നോക്കാം അതിന്റെ അറേഞ്ച്മെന്റ്. ഒരു ഫില്ലറ്റ് വെൽഡിന്റെ അറേഞ്ച്മെന്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ സിഗ്മ എന്ന് പറഞ്ഞ ഒരു സ്ട്രെസ് ഉണ്ട്. ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കും? സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. അപ്പൊ നമുക്ക് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കാം? എ ഇൻറ്റു സിഗ്മ ആണ് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ഇസ് ദ ആൻസർ, എ ഇൻറ്റു സിഗ്മ. ഓക്കെ. അപ്പൊ പത്താമത്തെ ചോദ്യം വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യമാണ്. സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പൊ സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, ദ ലോഡ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ യൂണിറ്റ് ഡീഫർമേഷൻ ഇൻ എ സ്പ്രിങ് ഈസ് കോൾഡ്. അപ്പൊ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ആൻസർ വന്നു അല്ലെ. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. എ ടോർഷൻ ഓഫ് സ്പ്രിങ്, ബി സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ്, സി ബെൻഡിങ് ഓഫ് സ്പ്രിങ്, ഡി ഡിഫ്ലക്ഷൻ ഓഫ് സ്പ്രിങ്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്പ്രിങ്ങിന്റെ ഒരു അറേഞ്ച്മെന്റ്, അപ്പം ലോങ്ജിറ്റ്യൂഡിനൽ ആയിട്ട് ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ സ്പ്രിങ്, ഇങ്ങനെയുള്ള സ്പ്രിങ്ങിന് ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഇനിഷ്യലി ഉള്ള ലെങ്തിനെ ഫ്രീ ലെങ്ത് ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ. ഫ്രീ ലെങ്ത് എന്നാണ് പറയുന്നത്. ദെൻ അതേ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതേ വരുന്ന ഡിഫ്ലക്ഷൻ, അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ലോഡ് വരുമ്പോൾ അതിന്റെ ലെങ്ത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും അല്ലെ. ലോഡ് നമ്മൾ ഇപ്പൊ ഇവിടെ ടെൻസൈലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലെങ്ത് കൂടും അല്ലെ. ഇവിടെ കംപ്രസീവ് ആണെങ്കിൽ ലെങ്ത് കുറയും. അപ്പൊ അങ്ങനെയുള്ള ആ ഫ്രീ ലെങ്തിൽ നിന്ന് വരുന്ന മാറ്റത്തിന് നമ്മൾ ഡിഫ്ലക്ഷൻ എന്നാണ് പറയുന്നത് അല്ലെ. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ദെൻ ലോഡ് പെർ യൂണിറ്റ് ഡിഫ്ലക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്തോന്ന്? സ്റ്റിഫ്നെസ് എന്ന് പറയും അല്ലെ. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. അപ്പൊ നമുക്ക് എന്താണ്? സ്റ്റിഫ്നെസ്സും മനസ്സിലായി, ഡിഫ്ലക്ഷനും മനസ്സിലായി അല്ലെ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ, ടോർഷൻ ഓഫ് എ സ്പ്രിങ്. എന്താണ് ടോർഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം ഒരു ലോങ്ജിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ലോഡ് ഇവിടെ വരികയാണ് കണ്ടോ. അപ്പൊ എന്ത് ചെയ്തു? ഇതിന്റെ സ്പ്രിങ്ങിന്റെ ലെങ്ത് എങ്ങനെയാ കൂടുന്നേ? ഈ സ്പ്രിങ്ങിന്റെ കോയിലിനകത്ത് ഒരു ആംഗുലാർ ട്വിസ്റ്റ് ഉണ്ടായിട്ടാണ് അല്ലെ. അതിനെയാണ് നമ്മൾ സാധാരണ ടോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഇവിടെ നോക്കിയാൽ ബെൻഡിങ് ഓഫ് സ്പ്രിങ്. ഈ ബെൻഡിങ് ഓഫ് സ്പ്രിങ് ഒക്കെ വരുന്നത് എവിടെയാണ്? നമ്മുടെ ഇപ്പോൾ ലീ സ്പ്രിങ്ങിന്റെ ഒക്കെ കേസ് എടുക്കുവാണെങ്കിൽ ലീ സ്പ്രിങ് ഫ്ലെക്ചറൽ ലോഡാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറ്റും? ആ ലോഡ് വരുമ്പോൾ നമ്മുടെ ലീ സ്പ്രിങ് ഇങ്ങനെ ബെൻഡ് ആവും. അപ്പൊ അതിനെയൊക്കെയാണ് സാധാരണ നമുക്ക് ബെൻഡിങ് ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പൊ ബെൻഡിങ് ഓഫ് സ്പ്രിങ് ഒക്കെ ക്ലോസ്ലി റിലേറ്റഡ് ടു ലീ സ്പ്രിങ് ആണ്. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിൽ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ലോഡ് പെർ ഡിഫ്ലക്ഷൻ. അപ്പൊ നമ്മുടെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം ലോഡ് പെർ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിഫ്നെസ് ആണ് അല്ലെ. അപ്പോൾ സ്റ്റിഫ്നെസ് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. അപ്പൊ ഈ 10 ചോദ്യങ്ങളാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷയെ ചോദിച്ചത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? കൺസെപ്റ്റ് മനസ്സിലാക്കി ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഇനി എന്തായാലും നമ്മൾ ഡിസംബറിലൊക്കെ പരീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അധിക സമയമില്ല. വലിയ സിലബസ് ആണ് അല്ലെ. അപ്പൊ അത് നിങ്ങൾ എത്രയും പെട്ടെന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇപ്പൊ ടെക് പി എസ് സിയിൽ ഇതിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വിജയികളെ സൃഷ്ടിച്ച സ്ഥാപനമാണ് ടെക് പി എസ് സി. അപ്പൊ നമ്മളോടൊപ്പം ചേർന്ന് എന്റെ മെന്റർഷിപ്പിൽ നിങ്ങൾക്ക് കോഴ്സ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെക് പി എസ് സിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഏവർക്കും വിജയാശംസകൾ. താങ്ക് യു.